ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ കാണാം. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കത് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിലൊക്കെ കുറച്ച് എക്സ്പെൻസീവായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മതി. ഒരു മുല്ലപ്പൂ മുട്ട എടുക്കുന്നുണ്ട്, ഒരു പാക്കറ്റ് ഞാൻ ബൾക്കായിട്ട് വാങ്ങിച്ചത് കൊണ്ടിട്ടാണ്. അതിപ്പോൾ നമുക്ക് ഷോപ്പുകളിലൊക്കെ ചെറിയ പാക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് അലിഗേറ്റർ ക്ലിപ്സ്. ഇതും ഞാൻ ബൾക്കായിട്ട് എടുത്തത് കൊണ്ടാണ് ഇത്രയും. ഒന്നോ രണ്ടോ പീസൊക്കെ ആയിട്ടും നമുക്ക് ഷോപ്സിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് B7000 പശയാണ് നമുക്ക് എടുക്കുന്നത്. ഇതിൻ്റെയും ചെറിയ പാക്ക് നമുക്ക് അവൈലബിൾ ആണ്, ഷോപ്സിലൊക്കെ കിട്ടും കേട്ടോ. അതർവൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഹോട്ട് ഗ്ലൂയില്ലേ. അത് ഇപ്പോൾ എൻ്റെത് ചീത്തയായി പോയി, അതുകൊണ്ടിട്ടാണ് ഞാൻ B7000 യൂസ് ചെയ്യുന്നത്. ഹോട്ട് ഗ്ലൂ ഉള്ളവർ ഹോട്ട് ഗ്ലൂ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കുട്ടികളൊക്കെ ആണെങ്കിൽ അത് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിങ്ങനത്തെ പോളൻസ് ആണ്. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഷോപ്സിലൊക്കെ കിട്ടും, ക്രാഫ്റ്റ് ചെയ്യുന്ന ഷോപ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചോദിച്ചാൽ കിട്ടും. ഇത് നമുക്ക് പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഗോൾഡാണ്, ഇത് ഓണം കളക്ഷൻ ആയതുകൊണ്ട് ഗോൾഡാണ് എടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ കുറച്ച് പോളൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് മുല്ലപ്പൂവിൻ്റെ മുട്ട എടുക്കാം, ആർട്ടിഫിഷ്യലാണേ. അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്സ് കുറച്ചുകൂടി എടുക്കാം അല്ലേ. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, പിന്നെ അലിഗേറ്ററിൻ്റെ ക്ലിപ്സ് വേണം. അലിഗേറ്റർ ക്ലിപ്സ് കുട്ടികളൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കുമ്പോഴത്തേക്കും കറണ്ടിലാണ് ഉപയോഗിക്കുന്നത്, അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കുറച്ച് അലിഗേറ്റർ ക്ലിപ്സ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സിസേഴ്സ് വേണം, ഒരു സിസേഴ്സ്. പിന്നെ ഫെൽറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതർവൈസ് നമുക്കത് ക്യാൻവാസ് യൂസ് ചെയ്താൽ മതി. ക്യാൻവാസിന് 1/2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ 40 രൂപ ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടും. ഫെൽറ്റ് പേപ്പർ ആണെങ്കിലും ഇതൊരു ഷീറ്റാണ്, ആ ഷീറ്റിനും 10-20 രൂപയുണ്ട്. പിന്നെ ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ടാണ് സർക്കിൾ കട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ 2 സർക്കിൾസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തായിരിക്കും നമ്മൾ മുല്ലപ്പൂ മുട്ടുകൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് താഴെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ക്യാൻവാസ് ഷീറ്റ് തന്നെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലാതെ താഴെ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ താഴത്താവും കേട്ടോ. അപ്പോൾ ഒരു ടൈലിൻ്റെ പീസോ അതർവൈസ് ഏതെങ്കിലും പേപ്പറോ പ്ലാസ്റ്റിക്കോ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ പൊക്കത്ത് ചെയ്താലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് 7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സാവധാനം ക്ഷമയോടെ നമുക്ക് ഓരോ മുല്ല മുട്ടുകളും അടുക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സൈസിൽ ഇത്തിരി ഡിഫറൻസ് ഉണ്ടാവും. പല മുല്ലമുട്ടുകളും പല സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്ലീസ് നമ്മളൊന്ന് നോക്കിയിട്ട് ആ സൈസ് നോക്കിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഒരു മുട്ട് വലുതും ഒരു മുട്ട് ചെറുതൊക്കെ ആയിട്ടിരിക്കും. സൈസ് നോക്കി നമുക്കിങ്ങനെ മുല്ലമുട്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുല്ലമുട്ട അടുക്കി കൊടുക്കുക. സൈസ് തിരിഞ്ഞ് നോക്കണം. ഓക്കെ. ഇങ്ങനെ ഒരു 5 to 6, 5 വെച്ചാൽ കുറച്ച് ചെറുതായി പോകും. 6 അല്ലെങ്കിൽ 5 നമുക്ക് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ 5 ആണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്യാൻവാസ് പേപ്പറിലേക്ക് ഈ മുല്ലമുട്ട ആഡ് ചെയ്തു. പശ തേച്ച് അത് 5 എണ്ണം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു തെർമോക്കോളിൻ്റെ ബോൾ ആയതുകൊണ്ടിട്ട് ഇപ്പോൾ ഒന്നുള്ളിലേക്ക് ഒതുങ്ങും. ദെൻ നമുക്ക് നടുക്ക് ഇത്തിരി പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പോളൻ നമ്മളൊന്ന് ജസ്റ്റ് പോളൻ്റെ ആ ഒരു സ്റ്റെം ഉണ്ടാവും, ആ സ്റ്റെം കമ്പിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വലിച്ച് പിടിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, അത് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിച്ച് പതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഇത് വേഗം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പശ തേച്ച അവിടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചിലവർ 5 to 6, 7 ഒക്കെ ബഡ്സ് വയ്ക്കുന്നവരാണെങ്കിൽ ഒരു 2 പോളൻസ് വെച്ചാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിന് 1-2 വയ്ക്കാം, അത് ഡിപ്പെൻസ്, നിങ്ങളുടെ ചോയ്സിനനുസരിച്ചാണ് ഇരിക്കുക. അപ്പം ഞാൻ ഇവിടെ ഒരു പോളൻസ് ആണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ ഒരു
ഒരു പ്രത്യേക ലുക്ക് തോന്നും. അല്ലെങ്കിലും ഒരു വൈറ്റ് ഗോൾഡൻ കോമ്പിനേഷൻ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഓണത്തിനെയൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ആ ഒരു കോമ്പിനേഷനിലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ബഡ് ഇതിനകത്തേക്ക് ഒട്ടിക്കാം. നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് എടുത്ത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിക്കാം. അതിനും ഈ B7000 പശ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഒന്നനക്കാണ്ട് ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് സെറ്റാവും. സെറ്റാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ക്യാൻവാസ് പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ അത് വേഗത്തിൽ ഒട്ടും. പിന്നെ പറഞ്ഞു പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പിന്നെ തലയുടെ ഉടക്കാതിരിക്കാനും പിന്നെ നമ്മുടെ അത് ഇളകി പോകില്ല എന്ന് ഉറപ്പ് വരുത്താനും വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൗണ്ടും കൂടി ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ ബാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയില്ല. അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയ കുറച്ച് ഹെയർ ക്ലിപ്സാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കറിയാം നല്ലൊരു നമുക്കൊന്ന് ശ്രദ്ധിച്ചോടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം ലുക്കൊക്കെ വരുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോൾ തന്നെ ഷോപ്സിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇത്. ഇതൊക്കെ പല രീതിയിൽ പല ഡിസൈൻസിലൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനകത്ത് വേണമെങ്കിൽ ബീഡ്സ് ആഡ് ചെയ്യാം, മീൻസ് ആ ഗ്രീൻ കളറിലെ സാധനം ഒഴിവാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത് ഭംഗിയായിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഞാൻ 2 പോളിന് ആഡ് ചെയ്തതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നീട്ടത്തിലുണ്ടാക്കാം, റൗണ്ടിലുണ്ടാക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചിലവൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലിഷർ ടൈം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ് വരുന്നത്, കുട്ടികളിങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഓണത്തിന് ഇത് തന്നെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്